എന്താ ചന്ദ്രു, നീ 2-3 തവണ വിളിച്ചെന്ന് പറഞ്ഞു. വിളിച്ചിരുന്നു. ഡാഡി മരിച്ചിട്ട് ഇത്രയും ദിവസങ്ങളായി. ഡാഡിയുടെ മരണത്തിന് കാരണക്കാരനായ ആ രാജേഷ് ഇന്നും ഞെളിഞ്ഞു നടക്കുകയാണ്. അതിന് അയാളോട് പകരം ചോദിക്കണം. ചന്ദ്രു, ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് കൂടുതൽ അപകടങ്ങൾ വരുത്തി വയ്ക്കും. നിങ്ങൾ അതേ പറയൂന്ന് എനിക്കറിയാം. എന്നെക്കാളേറെ ഡാഡിയുടെ വാത്സല്യവും ആനുകൂല്യവും അനുഭവിച്ചത് ദാസേട്ടനാണ്. നിങ്ങളത് മറന്നു. പക്ഷെ എനിക്കതാവില്ല. മരിച്ചത് എന്റെ ഡാഡിയാണ്. പഴയ കാമുകിയുടെ ഭർത്താവായി പോയില്ലേ ആ രാജേഷ്. എനിക്കറിയാം പകരം ചോദിക്കാൻ മനസ്സനുവദിക്കില്ലെന്ന്. ചന്ദ്രു, എന്റെ ഡാഡിയുടെ മരണത്തിന് പകരം ചോദിക്കാൻ എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ചാർലി, come on. കാര്യമൊക്കെ ശരി തന്നെയാ. എല്ലാവരും രാജേട്ടനെ അഭിനന്ദിക്കുന്നുണ്ട്, പ്രമോഷൻ റെക്കമെൻഡ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ അതെന്താ? അതിന്റെ ഇടയ്ക്ക് ഒരു പക്ഷേ? എനിക്കെന്തോ ഒരു പേടി പോലെ. ഹലോ, ഉണ്ട്, കൊടുക്കാം. രാജേട്ട പ്രസാദാണ്. പ്രസാദ് എന്ത്? എവിടെ? ചെങ്കൽമടയുടെ അടുത്തോ? ഏയ്, ഡിസ്റ്റൻസ് ഒരു പ്രശ്നമല്ല. ജീപ്പില്ല. ഡസന്റ് മാറ്റർ, ഞാൻ ബൈക്ക് വരാം. ഓക്കെ തുളസി, ഐ ഹാവ് ടു ഗോ. എവിടേക്കാ? ഓൺ ഡ്യൂട്ടി. ബൈ. ബൈ. ചേട്ടാ, രാജേട്ടനോടെ? അത് കൊള്ളാം. പ്രസാദല്ലേ ഫോണിൽ വിളിച്ച് ഉടനെ വരണമെന്ന് പറഞ്ഞത്? ഞാൻ ഫോണിൽ വിളിച്ചത്? അയ്യോ, ഇല്ലല്ലോ. Mind your business. You have no right to stop me. സോറി രാജേഷ്, എന്റെ കൺമുന്നിൽ വെച്ച് ഒരു വേട്ട മൃഗത്തെ പോലെ തന്നെ അവർ കൊല്ലുന്നത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല.
എന്നെ പിന്തിരിപ്പിക്കാൻ നിനക്കോ നിന്നെ പിന്തിരിപ്പിക്കാൻ എനിക്കോ കഴിയില്ല. പോകതപ്പാ. അങ്കത്തട്ടിൽ നിൽക്കുമ്പോൾ ശത്രുവിന്റെ നാശത്തെക്കുറിച്ചൊന്നും എനിക്ക് ആഗ്രഹിക്കാൻ കഴിയില്ല. ഐ കാൺ ഹെൽപ്പ് ഇറ്റ്. ദാസേട്ടൻ ഇതിനെക്കുറിച്ച് ഇത്ര ബോധർ ചെയ്യുന്ന എന്തിനാണ്? അതെനിക്ക് ഇനിയും മനസ്സിലാകുന്നില്ല. ആവശ്യത്തിൽ കൂടുതൽ പ്രിൻസിപ്പൾസിന്റെ പേരിൽ ബുദ്ധിശൂന്യമായ ചാറ്റം പിടിച്ചിരുന്നു കസ്റ്റംസ് ഓഫീസറായിരുന്നു രാജേഷ്. നാച്ചുറലി അയാൾക്ക് ശത്രുക്കളുണ്ടായിരുന്നിരിക്കാം. അവരാരോ അയാളെ ആക്രമിച്ചു. ഹി ഗോട്ട് കിൽ. സിമ്പിൾ. നമ്മളാണോ ഇത് ചെയ്യിച്ചതെന്ന് ആർക്കും തെളിയിക്കാൻ പറ്റില്ല. തെളിവുകളെല്ലാം നമ്മൾ അപ്പോഴേ നശിപ്പിച്ചില്ല. നിങ്ങളെക്കാൾ മുമ്പ് ഈ രംഗത്തെത്തിയവനാണ് ഞാൻ. തെളിവുകളെ കുറിച്ച് ഞാൻ ഒരിക്കലും ഭയന്നിട്ടില്ല. ഐ നോ ഹൗ ടു പ്ലേ സേഫ്. പക്ഷേ എന്റെ കൈകൊണ്ട് രാജേഷിനെ അവസാനിപ്പിക്കേണ്ടി വന്ന ഗതികേട്. ഡാമിറ്റ്. അവനാണ് എന്റെ അച്ഛനെ കൊന്നത്. അവനോട് പകരം ചോദിക്കുക മറ്റെല്ലാ കൺസിഡറേഷന്റെ അപ്പുറത്ത് നമ്മുടെ ധർമ്മമായിരുന്നു. ദാസേട്ടൻ പിന്നെ ഈ കാര്യത്തിൽ ഇങ്ങനെ സെന്റിമെന്റൽ. ഞാൻ സെന്റിമെന്റൽ ആകുമായിരുന്നെങ്കിൽ രാജേഷ് നിങ്ങളുടെ മുന്നിൽ കിടന്ന് പിടയുമ്പോ എന്റെ തോക്ക് ആദ്യം നിർവഹിക്കുന്നത് നിങ്ങളുടെ നേർക്കാകുമായിരുന്നു. എനിക്കത് കഴിയില്ലെന്ന് കരുതിയോ? എന്റെ അനുവാദമില്ലാതെയാണ് നിങ്ങൾ ഇതിന് തുടക്കം കൊടുത്തതെങ്കിലും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ ഏൽക്കുന്നു. ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ടു ബി ഫ്രാങ്ക്, ഇല്ല. എങ്ങനെയാണ് രാജേഷ് കൊല്ലപ്പെട്ടതെന്നും ആരെല്ലാമായിരുന്നു അതിന്റെ പിന്നിലെന്നും എനിക്കറിയാം. പക്ഷെ തെളിവുകളില്ലാതെ നിങ്ങളെ പിടിക്കാൻ കഴിയില്ലല്ലോ. സമർത്ഥമായി എല്ലാം മറയ്ക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ തെളിവുകൾ ഞാൻ തേടിയെടുക്കും. ഇന്നല്ലെങ്കിൽ നാളെ. ചിലപ്പോൾ അതിനുള്ള ശ്രമത്തിനിടയിൽ രാജേട്ടുണ്ടായ വിധിയായിരിക്കും എനിക്കുണ്ടാവുക. ഐ ആം ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് ഇറ്റ്. രാജേട്ടൻ എനിക്കൊരു സഹപ്രവർത്തകൻ മാത്രമായിരുന്നില്ല. He was more than a brother to me. ഇതിന് പകരം ചോദിക്കാതെ ഞാൻ പിന്തിരിയില്ല. നോക്കൂ മിസ്സിസ് രാജേഷ്, രാജേഷിന്റെ മരണം നിങ്ങൾ ആകെ തളർത്തിയിരിക്കുന്നു. എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചില്ലേ. നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. അതിനെ അതിജീവിച്ചല്ലേ മതിയാവും. അപ്പോൾ അച്ഛൻ പറയണതനുസരിച്ച് നമുക്ക് മടങ്ങി നാട്ടിലേക്ക് പോകാം. അതാണ് ചേച്ചി നല്ലത്. മിസ്സിസ് രാജേഷിനെ സർവീസിലേക്ക് എടുക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. താമസിയാതെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടും. ജോലിയും ജീവിതവും ഒക്കെ ആകുമ്പോൾ മെല്ലെ ഈ ഷോക്കിനെ അതിജീവിക്കാൻ കഴിയും. ടിൽ ദെൻ അച്ഛന്റെ കൂടെ നാട്ടിലേക്ക് പോകും. എന്നെ ആരും നിർബന്ധിക്കരുത്. രാജേട്ടന്റെ കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഒറ്റയ്ക്ക് തിരിച്ചു പോവാനാണ് വിധി. പക്ഷേ അതിനു മുൻപ് എനിക്ക് ചിലത് ചെയ്തു തീർക്കാനുണ്ട്. മോളെ, നീ ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെ കഴിയും? അച്ഛന് ജീവിതകാലം മുഴുവനും ഒറ്റയ്ക്ക് കഴിയേണ്ടോളല്ലേ അച്ഛാ ഞാൻ. എന്റെ സഹായം വേണമെങ്കിലും ഒരനുജനായി പ്രസാദ് ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും ഉണ്ടാവും. പക്ഷെ ചേച്ചി ഇല്ല, എന്റെ തീരുമാനം മാറ്റാൻ എനിക്കാവില്ല. ഞാൻ പോവില്ല. തുളസിയോ? തുളസി ഇരിക്കും. വേണ്ട. ഞാൻ വന്നതിരിക്കാനും ഉപചാരങ്ങൾ സ്വീകരിക്കാനും അല്ല, നിങ്ങളെ ഒന്ന് കാണാൻ മാത്രമല്ല, അഭിനന്ദിക്കാൻ കൂടി. രാജേട്ടൻ കൊല്ലപ്പെട്ടത് അതിന്റെ പിന്നിൽ നിങ്ങളാണ് ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു. അതിന് നിങ്ങളെ അഭിനന്ദിക്കാൻ. തുളസി, നിങ്ങളല്ലേ രാജേട്ടനെ കൊന്നത്? നിങ്ങളുടെ കൈ കിടന്നല്ലേ രാജേട്ടൻ മരിച്ചത്? തുളസി, പറയൂ, നിങ്ങളല്ലേ എന്റെ രാജേട്ടനെ കൊന്നത്? പറയൂ. I did it.
അത് ഒഴിവാക്കാൻ വേണ്ടി വേണ്ടത്ര മുന്നറിയിപ്പ് ഞാൻ തുളസിക്ക് തന്നു. ഒന്നല്ല 2 തവണ ഇതിനു വേണ്ടി മാത്രം ഞാൻ തുളസിയെ കാണാൻ വന്നു. കൂട്ടാക്കിയില്ല. ഐ ഹാഡ് ടു ഡു ഇറ്റ്. ഒളിച്ചും പതുങ്ങിയുമല്ല, തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തത്. എങ്കിൽ ഇതുകൂടി കേൾക്കൂ. നിങ്ങളുടെ മുഖത്ത് നോക്കി അത് പറയാനാണ് ഞാൻ വന്നത്. ഇനി എന്റെ ജീവിതത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. നിങ്ങളോട് പകരം ചോദിക്കുക. നിങ്ങളുടെ നാശം കണ്ടിട്ടേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ. Then do it and get lost. I can get lost. Please. എന്തു പറ്റി? ആകെ കൂടെ മനസ്സിനൊരു സുഖമില്ല. എന്താ? പ്രായം കൊണ്ട് എന്നേക്കാൾ മൂത്തതായിരുന്നെങ്കിലും രാജേട്ടൻ എന്റെ ബന്ധത്തിലുള്ള ചേട്ടൻ മാത്രമായിരുന്നില്ല, എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. രാജേട്ടന്റെ ഭാര്യ തുളസി ചേച്ചി ഇത്ര ചെറുപ്പത്തിലെ വിധവയായി. ഇതിന്റെ എല്ലാം കാരണക്കാരെ ഇതുവരെയായിട്ടും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വന്നാൽ നിന്റെ ആൾക്കാർ അവരാണ് എല്ലാറ്റിനും മറ നിൽക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ? നിനക്കത് മനസ്സിലാവില്ല സീതേ. നിന്നെ പോലുള്ളവരെ മനസ്സിലാക്കിക്കാനും തിരുത്താനും കഴിയാത്തതാണ് ഞങ്ങളുടെ പരാജയം. തെറ്റാണ് ചെയ്യുന്നറിയാണ്ട് നിങ്ങൾ എന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കും. സീതയ്ക്കറിയാം, ഈ നാട്ടിലെ കള്ളക്കടത്താരെല്ലാം പിടിച്ചു നിൽക്കുന്നത് നിങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ വിശ്വാസത്തെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടാണ്. ഇവിടെ കൊല്ലും ലഹളയും ബഹളവും ഒക്കെ ഉണ്ടാവുമ്പോഴും നിങ്ങൾ ആൾക്കാർ സത്യം മനസ്സിലാക്കില്ല. തൽക്കാലം കിട്ടുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമേ അവർക്ക് വലുതായി തോന്നൂ. എന്താ പോകുന്ന കുട്ടി? പെണ്ണുമ്പിള്ളേ, നിങ്ങളങ്ങോട്ട് മാറിയേക്ക്. എടേ ഭാര്യയുടെ പോകുന്ന കുട്ടി കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കട്ടെ. നീ അകത്തേക്ക് കയറി പൊടി വേണ്ടേ? എടേ ഇവിടെ വരാൻ. നിങ്ങളിങ്ങ് വന്നേ. മര്യാദ ഇറങ്ങി വരാൻ അതിനോട് പറഞ്ഞു. രാധയോടെ നിൽക്ക്. ഇനി ഇറങ്ങി വരാൻ. ആദ്യം പറയുന്നത് കേൾക്ക്. നിന്നോടാ പറഞ്ഞത് ഇറങ്ങി വരാൻ. നീ ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഞാനിവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. നീ ആണോ ചോദിക്കാൻ? ഇങ്ങോട്ട് വരാ. അയ്യോ, മര്യാദയ്ക്കാ ഞാൻ ആദ്യം പറഞ്ഞത്. പോകുന്ന കുട്ടി പോ. രാധ വന്നോളൂ. എനിക്ക് മനസ്സില്ലെങ്കിലോ? ചെതുക്കുറ്റിക്കിട്ട് രണ്ടങ്ങ് തരിഞ്ഞ. കാഴ്ചയിൽ നിന്നേക്കാൾ ചെറുതാണെങ്കിലും കടലിൽ പോയി പങ്കായം പിടിച്ച് താമ്പിച്ച കൈയാണിത്. നീ എന്നെ തല്ലുമെന്ന് പറഞ്ഞല്ലേ? വാ നീ. നിന്നെ ഞാൻ കാണിച്ചു തരാമടാ. ഇങ്ങോട്ടേക്ക് വാ നീ. അമ്പേ കാലമാടൻ ഒരു ഉന്തുന്തിയത് കണ്ടില്ലയോ? പന്നേ നോക്കി നിൽക്കാതെ ഒന്ന് പൊക്കടാ. അയ്യോ, പതുക്കെ. നീ വിഷമിക്കാതിരാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. നമുക്ക് അപ്പൂക്കനെ കൊണ്ട് ദാസേട്ടനോട് പറയിക്കാം. എടോ ലോന, ഞങ്ങൾക്ക് എന്റെ സമാധാനം അറിയണം. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ മടങ്ങൂ. നിങ്ങൾ ക്രിസ്ത്യാനികളുടെ വീട്ടിലെ എന്ത് കണ്ടുകൊണ്ട് അവർ ഹിന്ദു പെണ്ണിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അല്ല, എന്താ ഇതിന്റെ ഉദ്ദേശം? ഹിന്ദുക്കളെ ഒന്നടങ്കം കൊച്ചാക്കാമെന്നാണ്. എങ്കിലും നടപ്പില്ല. ഇവിടെ ആരും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ഇവന്റെ ഊദ്രവം സഹിക്കവയ്യായിട്ട് അവൾ ഓടി ഇറങ്ങിപ്പോന്നു. മനുഷ്യത്വം ഉണ്ടായതുകൊണ്ട് ഇവിടെ അന്തി ഉറങ്ങാൻ അനുവദിച്ചു. അവള് വരുന്നെങ്കിൽ വിളിച്ചറിക്കൊണ്ട് ഇല്ല, അവളെ ഇറക്കി വിടാൻ നോക്കില്ല. പിന്നെ നീയൊക്കെ കൂടെ അവളെ പിഴപ്പിക്കുന്നത് ഞങ്ങൾ നോക്കി നിൽക്കണോടാ. പട്ടി എന്ത് പറയുന്ന? പഴപ്പിക്കാൻ പോണെന്നു. പഴപ്പിക്കാൻ തന്നെ ഭാവം. പക്ഷെ നിന്നെ പോലെയല്ല. അവളുടെ കഴുത്തിൽ ഒരു താലി കിട്ടിയിട്ട് പഴപ്പിക്കാനാ ഭാവം. പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ ഇവളെ കെട്ടാൻ പോവാ. എല്ലാരും പോയട്ടെ. എന്റെ അന്തോണിയെ ഇങ്ങോട്ട് നോക്കിയേ, മേലാകെ പൂത്ത് കയറണം. ഇവരാണ് തന്നെ. നിനക്കൊരു ചക്കര ഉമ്മ.